നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കിളിമാനൂരിൽ സീനിയർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ ജൂനിയർ വിദ്യാർത്ഥി കുത്തിക്കൊലപ്പെടുത്തിയത് പരസ്പരമുള്ള വെല്ലുവിളികൾക്കൊടുവിൽ. മദ്യലഹരിയിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് എല്ലാം സംഭവിച്ചത്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. നഗരൂർ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിയും മിസോറാം സ്വദേശിയുമായ VL വലന്റൈൻ ആണ് മരിച്ചത്. 22 വയസ്സായിരുന്നു പ്രായം. വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിനിടെയാണ് വാലന്റൈൻ കുത്തേറ്റത്. സംഭവത്തിൽ ഇതേ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയും മിസോറാം സ്വദേശിയുമായ ലംസങ് സ്വാലയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രി 10:30 കോളേജിന് സമീപത്തുള്ള നെടുമ്പുറത്ത് ജംഗ്ഷനിലായിരുന്നു സംഭവം നടന്നത്. സുഹൃത്തുക്കളായ ഇവർ 2 ഹോം സ്റ്റേകളിലാണ് താമസിക്കുന്നത്. ഇവർ മദ്യപിക്കാനായി മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം ജംഗ്ഷനിൽ എത്തുകയായിരുന്നു. വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മദ്യപിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. നാട്ടുകാർ ഇയാളെ കല്ലമ്പലത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കും തുടർന്ന് അവിടെ നിന്ന് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രകോപിതനായ പ്രതി കയ്യിൽ കരുതിയിരുന്ന കറിക്കത്തി കൊണ്ട് വാലന്റൈനെ കുത്തുകയായിരുന്നു. ജംഗ്ഷനിലുണ്ടായിരുന്ന നാട്ടുകാരും മറ്റു വിദ്യാർത്ഥികളും ചേർന്നാണ് പ്രതിയെ തടഞ്ഞുവെച്ച് നഗരൂർ പോലീസിനെ ഏൽപ്പിച്ചത്. മുൻപ് കോളേജ് ഹോസ്റ്റലിലായിരുന്ന പ്രതിയെ പ്രശ്നക്കാരനായതിനാൽ അവിടെ നിന്ന് പുറത്താക്കുകയായിരുന്നുവെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. ലംസങ്ങിന് വാലന്റൈനോട് ഉണ്ടായിരുന്ന മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് FIRൽ സൂചിപ്പിക്കുന്നത്. സുഹൃത്തുക്കളായ ഇരുവരും കോളേജ് ഹോസ്റ്റലിന് പുറത്ത് വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം, അതായത് ഫെബ്രുവരി 22 ശനിയാഴ്ച രാത്രി 11 മണിയോടടുത്ത് രാജധാനി കോളേജിന് സമീപമുള്ള നഗരൂർ നെടുമ്പറമ്പ് ജംഗ്ഷനിലാണ് സംഭവം നടക്കുന്നത്. വീടിന്റെ റൂമിലിരുന്ന് ഇരുവരും മറ്റു സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിച്ചിരുന്നു. പിന്നാലെ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. മദ്യലഹരിയിലായിരുന്ന ലംസങ് വാലന്റൈനെ നെടുമ്പറമ്പ് ജംഗ്ഷനിലേക്ക് വിളിച്ചു വരുത്തി കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് നെഞ്ചിൽ കുത്തുകയായിരുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംഭവ സമയം മറ്റു സുഹൃത്തുക്കളും ഇരുവർക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാണ്. ഇവർ മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം ജംഗ്ഷനിൽ എത്തുകയായിരുന്നു. ഇവിടെ വെച്ച് ഇരുവരും തമ്മിൽ വീണ്ടും വാക്കുതർക്കമുണ്ടായി. നാട്ടുകാരും മറ്റു വിദ്യാർത്ഥികളും ഇടപെട്ട് ഇരുവരെയും പിന്തിരിപ്പിച്ച് ഹോം സ്റ്റേകളിലേക്ക് മടക്കി അയക്കുകയും ചെയ്തു. തിരികെ താമസ സ്ഥലത്തെത്തിയ പ്രതിയും വാലന്റൈനും തമ്മിൽ ഫോണിലൂടെ പരസ്പരം വെല്ലുവിളിച്ചു. തുടർന്ന് ഇരുവരും വീണ്ടും നെടുമ്പറമ്പ് ജംഗ്ഷനിലെത്തി ഏറ്റുമുട്ടുകയായിരുന്നു. പ്രകോപിതനായ പ്രതി കയ്യിൽ കരുതിയിരുന്ന കറിക്കത്തി കൊണ്ട് വാലന്റൈനെ കുത്തുകയായിരുന്നു. നാട്ടുകാർ ഇയാളെ കല്ലമ്പലത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കും തുടർന്ന് അവിടെ നിന്ന് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ജംഗ്ഷനിലുണ്ടായിരുന്ന നാട്ടുകാരും മറ്റു വിദ്യാർത്ഥികളും ചേർന്നാണ് പ്രതിയെ തടഞ്ഞുവെച്ച് നഗരൂർ പോലീസിനെ ഏൽപ്പിച്ചത്. മുൻപ് കോളേജ് ഹോസ്റ്റലായിരുന്ന പ്രതിയെ പ്രശ്നക്കാരനായതിനാൽ അവിടെ നിന്ന് പുറത്താക്കുകയായിരുന്നുവെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. ലംസാങ്ങും വാലന്റൈനും തമ്മിൽ നേരത്തെ കോളേജിലും പുറത്തും വെച്ച് വഴക്കുണ്ടായിട്ടുള്ളതായി സഹപാഠികൾ പറയുന്നു. ഇതിന്റെയൊക്കെ മുൻ വൈരാഗ്യത്തോടെയാണ് പ്രതി സുഹൃത്തിനെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയതെന്നാണ് FIRൽ പറയുന്നത്. പരിക്കേറ്റ വാലന്റൈനെ KTCT ആശുപത്രിയിലും പിന്നീട് കിംസ് ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. ഞായറാഴ്ച പുലർച്ചെ 1:15 മരിച്ചത്.